ചങ്ങായിമാർ നമ്മളെ കേരളത്തിലെ ചാണക സംഖ്യലുണ്ടല്ലോ 2 ദിവസമായിട്ട് ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നു. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. കാസർഗോഡെ പഴയ സംഘപരിവാർ പ്രവർത്തകൻ മരണപ്പെട്ടപ്പോ ആ ശവ സംസ്കരിക്കാൻ വേണ്ടി ഒരു മുസ്ലിം വനിത വേണ്ടി വന്നു. ആ സംഭവത്തിൽ നമ്മളെ സംഖ്യകളുണ്ടല്ലോ ചാണക സംഖ്യകൾ ആകെ നാണം കെട്ടിരിക്കുന്നു. അതിനുശേഷം ചാണക സംഖ്യകൾ കൊണ്ടുവന്ന പച്ചക്കള്ളം എന്നറിയാം സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ശവം കൊണ്ടുവന്നതെന്നും അതുമാത്രമല്ല സേവാഭാരതിന്റെ പ്രവർത്തകരാണ് ശവം സംസ്കരിച്ചെന്നുള്ള പച്ചക്കള്ളാന്ന് പിന്നെ സംഖ്യകൾ അടിച്ചങ്ങ് വിട്ടത്. പക്ഷെ നമ്മൾ അൻസാരി ഉസ്താദ് ഇന്നലെ ചെയ്ത ഒറ്റ വീഡിയോ നമ്മൾ ചാണക സംഖ്യയുടെ മൊത്തം കിളിയങ്ക് പാറി. ആംബുലൻസ് സേവാഭാരതിയുടെ അല്ലാന്ന് നമ്മൾ അൻസാരി ഉസ്താദ് ഉണ്ടല്ലോ ഒരൊറ്റ വീഡിയോ കൊണ്ട് മൊത്തം അങ്ങ് തെളിയിച്ച്. അതോടെ ചാണക സംഖ്യയുടെ മൊത്തം ദേഷ്യം ഉണ്ടല്ലോ നമ്മൾ അൻസാരി ഉസ്താദിന്റെ മേലെയായി. അല്ലെങ്കിൽ തന്നെ ചാണക സംഖ്യ ഉണ്ടല്ല അൻസാരി ഉസ്താദിനെ കണ്ടുകൂടാ. ഇതോടുകൂടി ഉണ്ടല്ല പിന്നെ ഉസ്താദിനോടുള്ള ദേഷ്യം പിന്നെയും കൂടി. അതോടെ ദേഷ്യം വന്ന ചാണക സംഖ്യ ഉണ്ടല്ല ഉസ്താദിനെ തകർക്കാൻ വേണ്ടി അവിടെ തുരുപ്പ് ചീട്ട് ചാണകങ്ങളുടെ തുരുപ്പ് ചീട്ടായ ലസിത പാലക്കൽ അമ്മയില്ലേ ഓരേം അയച്ച്. എന്തായാലും നമുക്ക് ലസിത പാലക്കൽ അമ്മയുണ്ടല്ല അൻസാരി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ല രണ്ടാമത് കേൾക്കാം. അതിനു മുന്നേ അൻസാരി ഉസ്താദ് സംഖ്യയുടെ കുരു പൊട്ടിച്ചുകൊണ്ട് ചെയ്ത ആ വീഡിയോ നമുക്ക് ആദ്യം കണ്ടാലോ. എല്ലാരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഒരിക്കൽ കൂടി അൻസാരി ഉസ്താദിന്റെ ആ മനോഹരമായ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ആ ഇർഫാൻ ഇക്ബാൽ നമ്മളെ പറ്റിച്ചു മക്കളെ. കാസർഗോഡ് ഒരു സംഭവം ഉണ്ടായി അല്ലെ? അതെ, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു സംഭവം ഇന്നലെ എനിക്ക് ഏഷ്യാനെറ്റൊക്കെ അങ്ങ് ആഘോഷിക്കുകയായിരുന്നു. ഇതാണ് കേരള മോഡൽ എന്ന് പറഞ്ഞു. നാരായണേട്ടൻ സംബന്ധിച്ചിടത്തോളം സംഘത്തിന്റെ പ്രവർത്തകനാണ്, സ്വയംസേവനാണ്. അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങാൻ ആരുമില്ല. ഇതാണ് നെറേറ്റീവ്. എന്നിട്ട് ഏറ്റുവാങ്ങിയത് ആരാ? ഇർഫാന എന്നൊരു കൗൺസിലർ അല്ലെ, ജില്ലാ പഞ്ചായത്ത് അംഗം വന്ന് ഏറ്റുവാങ്ങുകയാണ്. എന്നിട്ട് ചിതിയൊക്കെ ഒരുക്കി നമ്മുടെ ഹൈന്ദവാചാര പ്രകാരം ആ ചിതിയൊക്കെ ഒരുക്കി കൊടുത്തു. ഒന്ന് ആലോചിച്ചു, ആ ഫോട്ടോയിൽ തൊട്ടടുത്തിരിക്കുന്ന രഘുവേട്ടൻ സേവാഭാരതിയുടെ ചുമതലയുള്ള ആൾ തൊട്ടടുത്തിരിപ്പുണ്ട്. സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ആ ഭൗതികദേഹം കൊണ്ടുവന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ട് ഇതൊന്ന് ക്രോസ് ചെക്ക് പോലും ചെയ്യാതെ ഒന്ന് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് കേട്ടാ സംഘത്തിന്റെ ആംബുലൻസിലാണ് കൊണ്ടുപോയത്, അല്ലാതെ ഇർഫാൻ ഇക്ബാലൊന്നും അല്ല. സംഘത്തിന്റെ ആംബുലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവാ. എന്നാ നോക്ക്, വൈഷ്ണവ ജനദോ തേരെ ഗല്ലിയെ വൈഷ്ണവ ജനദോ. എല്ലാ സേവാഭാരതിയുടെ ആംബുലൻസിന്റെ തൊട്ടു താഴെ സേവാഭാരതിയുടെ തൊട്ടു താഴെ കാണും സഫാസ്. സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ആ ഭൗതികദേഹം കൊണ്ടുവന്നത്. എന്നിട്ട് നോക്ക്, സേവാഭാരതിയുടെ ആംബുലൻസിലൊക്കെ എങ്ങനെ കാണുക സഫാസ് കണ്ട. പിന്നെ മറ്റു ആംബുലൻസുകളിൽ മറുവാസ്. സഫയും മറുവൊക്കെ ഈ സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ഉണ്ടാകുക. സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ആ ഭൗതികദേഹം കൊണ്ടുവന്നത്. എടാ മക്കളെടാ 3 എണ്ണം കട്ടപ്പാരെടുത്തോണ്ട് കക്കാൻ പോടാ, ഇതിനെക്കാട്ടി നല്ലതാ. സുമേഷേ ഒന്ന് കറക്കി വിട്ടടാ. സുമേഷേ കറക്ക്, നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിന് പോളൂ. ഫസ്റ്റ് സെക്കൻഡിൽ കറക്കിടാ. അൻസാരി ഉസ്താദിന് ഈ ഒരൊറ്റ വീഡിയോ മൂലം ഉണ്ടല്ല സംഖ്യകൾ പറഞ്ഞ പച്ചക്കള്ളം ഉണ്ടല്ല പച്ചക്കള്ളം മൊത്തം മലയാളികൾക്ക് മനസ്സിലായി. അതോടുകൂടി സംഖ്യകൾ മൊത്തമുണ്ടല്ല ഉസ്താദിന് നേരെ അങ്ങ് തിരിയാൻ തുടങ്ങി. എന്തായാലും നമുക്ക് അടുത്തതായിട്ട് കുരുപൊട്ടിക്കൊണ്ട് ലസിത പാലക്കലമ്മ എന്ന വേട്ടാവളി എത്തിയിട്ടുണ്ടല്ല ആ വേട്ടാവളി എത്തി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് വന്നാലോ. അതിനുശേഷം ഉണ്ടല്ല നല്ല മറുപടിയും കൊടുക്കാം. ഉസ്താദെ ഞാനിതാ പിന്നെയും വന്നു. ഞാൻ എന്തിനാ വന്നതെന്നറിയുക? ഉസ്താദ് ഇന്നലെ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, വൈഷ്ണവ ജനതേ. ആ പാട്ട് അതെന്ത് പാട്ടാന്ന് ഉസ്താദിന് അറിയാവുക? അതൊരു സിനിമയിൽ പാടുന്ന പാട്ടാണ്. പരിഹസിച്ചിട്ടാണെങ്കിലും തനിക്കൊക്കെ പരിഹാസം മാത്രമല്ലേ അറിയൂ. സത്യസന്ധത എന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ. ഞാൻ ഈ ലോകത്തിൽ വെച്ചിട്ട് തന്നെ പറയാം, ഇങ്ങനെയുള്ള ഒരു ഉസ്താദിനെ ആദ്യമായിട്ട് കാണുകയാണ്. മറ്റുള്ള ആൾക്കാർ, അതായത് RSSകാർ മാത്രം കുറ്റം പറയുന്ന ഒരു ഉസ്താദ്, അതാണ് അൻസാരി ഉസ്താദ്. മറ്റുള്ള ആൾക്കാരൊന്നും ഞാൻ പറയുന്നില്ലേ. ഈ അൻസാരി ഉസ്താദിനെ പറ്റിയിട്ട് നമുക്കൊന്ന് പറയാം. കാരണം എന്താ, ഇന്നലെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ഈ മൃതദേഹം മറവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അപ്പൊ അൻസാരി ഉസ്താദ് വന്നിട്ടുണ്ട് കുറ്റം പറയേ. ആംബുലൻസേ അതൊരു കുറ്റം പറയാനായിട്ട് വന്നിട്ടുണ്ട് ഈ അൻസാരി ഉസ്താദ്. ഈ അൻസാരി ഉസ്താദിന്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ RSSകാർ മാത്രം കുറ്റം പറയാനായിട്ട് ജനിക്കുന്നതാണെന്ന് തോന്നുന്നു അൻസാരി ഉസ്താദ്. അതെ, എന്താ ചെയ്യാ, പാവങ്ങളെ സഹായിക്കുന്നു, ഹിന്ദുക്കളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അൻസാരി ഉസ്താദ് RSSകാർ മാത്രം കുറ്റം പറയുന്നുള്ളത് അതെന്താ ഉസ്താദെ? ശരിയാണോ ഉസ്താദെ? എന്തുവാടേ? ഞങ്ങളെ ഉസ്താദിന്റെ പേരങ്ങ് മാറ്റിക്കളയും, അൻസാരി എന്ന് മാത്രം ആക്കിക്കളയും. കാരണം എന്തുകൊണ്ടാണെന്നറിയാം? കാരണം ഉസ്താദിനെ പറ്റി, ഉസ്താദ് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ മനസ്സിലൊരു ഉസ്താദ്മാരുണ്ട്, പീഡിപ്പിക്കുന്ന ഉസ്താദ്മാരല്ലേ. ഇന്നലെ വലിയൊരു വിഷയം ഉണ്ടായിട്ടുണ്ട് തലശ്ശേരിയിൽ. ഉസ്താദ് പീഡിപ്പിച്ചു 18ഓളം ചെറിയ മക്കളെ പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് പ്രേരണയാക്കിയിട്ടുണ്ട്. ഇതൊന്നും ഉസ്താദ് അറിയില്ല. ഇതെന്തുകൊണ്ടാ ഉസ്താദ് അറിയാത്തത്? ഉസ്താദിന് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഉസ്താദ് വെറും RSSകാർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി നിൽക്കുന്നല്ലേ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഉസ്താദ് നോക്കി നിൽക്കുന്നുണ്ടാവും, കാരണം ഞാനല്ലേ വീട് ചെയ്യുന്നത്. ഈ വർത്താനം പറയുന്നുണ്ടല്ല വായിന്ന് സീറിങ്ങനെ ഒലിപ്പിക്കുന്നു. ഇങ്ങനെ നീ വന്ന് വീഡിയോയിലുണ്ടല്ല ഇങ്ങനെ സീർ ഒലിപ്പിക്കുന്നത് കാണാനല്ല അൻസാരി ഉസ്താദിന്റെ സമയം. അൻസാരി ഉസ്താദ് ഉണ്ടല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിനക്കിപ്പോഴല്ല ഉസ്താദ് ഏതോ ഒരു ഉസ്താദ് പീഡിപ്പിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നമല്ലേ.
അൻസാരി ഉസ്താദ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഏതെങ്കിലും ഉസ്താദിനെ എപ്പോഴെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടോ അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടോ നീ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വീഡിയോ ഉണ്ടല്ലോ ഉസ്താദിനെ നീ കാണിച്ചു തന്നെങ്കിൽ അന്നുണ്ടല്ലോ ഞാൻ വീഡിയോ ചെയ്ത് നിർത്തി തരാം. അതൊക്കെ പോട്ടെ അമ്മായി, നിങ്ങളുണ്ടല്ലോ ഈ ഉസ്താദുമാരെ പീഡിപ്പിക്കുന്നത് മാത്രമാണോ കാണുന്നത്? അമ്പലങ്ങളിലെ പൂജാരിമാരിൽ എത്ര പൂജാരിമാർ ഇങ്ങനെ പീഡന കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. എന്തിന് ക്രിസ്ത്യൻ പള്ളികളിലെ പുരോഹിതന്മാരൊക്കെ എത്ര ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ പീഡന കേസിൽ പ്രതിയാകുന്നുണ്ട്. പക്ഷെ നിന്റെ പ്രശ്നം എന്താ പറയാ, നിനക്കുള്ള ഉസ്താദുമാറ മാത്രമേ കാണൂ. പിന്നെ ഈ പീഡനത്തെ കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കുന്ന നിന്റെ ഒരു കഥ ഞാൻ പറഞ്ഞു തരട്ടെ. പാലത്തായി പപ്പൻ എന്ന പേരുള്ള ഒരു ചാണക സംഖ്യ ഉണ്ടല്ല, ഒരു കൊച്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചപ്പെടില്ല. ആ പാലത്തായി പപ്പന്റെ കേസിന് വേണ്ടി പണപ്പിരിവ് നടത്തിയ ഒരു നാറിയല്ലേ നീ? അങ്ങനെ ഒരു പരനാറിയായി നീ ഉണ്ടല്ല. പീഡനത്തെ കുറിച്ച് പറയുമ്പോഴല്ല കുറച്ച് ഉളുപ്പുണ്ട് എനിക്ക്. അതുകൊണ്ട് അങ്ങനെയുള്ള വൃത്തികെട്ട നീ ഉണ്ടല്ല അൻസാരി ഒന്നും വിളിക്കണ്ട, ഉസ്താദ് ഒന്നും വിളിക്കണ്ട. നിന്റെ വായിനെ കൊണ്ടുള്ള അൻസാരി ഉസ്താദ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതാണ് അൻസാരി ഉസ്താദിനെ ഏൽക്കുന്ന ഏറ്റവും വലിയ നാണക്കേട്. പിന്നെ നീ പറഞ്ഞ അൻസാരി ഉസ്താദ് ഉണ്ടല്ലോ ആർ മാത്രമേ കുറ്റം പറയുന്നുള്ളൂ എന്ന്. അൻസാരി ഉസ്താദ് അങ്ങനെയൊന്നുമില്ല. തെറ്റാറ് ചെയ്തിട്ടുണ്ടോ അവരേക്കുള്ള അൻസാരി ഉസ്താദ് കൃത്യമായി കുറ്റം പറയാറുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, സംഘികളെ കുറ്റം പറയുമ്പോൾ മാത്രമാണ് സംഘിക്കണ്ടല്ല ഇമാതിരി കുരുവട്ടില് പൊട്ടുക. അതുകൊണ്ടാണ് നീ കേട്ടല്ല ഉസ്താദ് സംഘികളെ കുറ്റം പറയുന്നത് മാത്രം കാണുന്നത്. അതുപോലെ തന്നെ അൻസാരി ഉസ്താദ് ഉണ്ടല്ലോ പാവപ്പെട്ട ഹിന്ദുക്കളെ സഹായിക്കാൻ വേണ്ടി എത്രമാത്രം വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോകളൊന്നും നീ ഇതുവരെ കണ്ടിട്ടില്ല എന്റെ ലസിത പാലക്കൽ അമ്മായി. നീ എന്തായാലും അതൊക്കെ കണ്ടിട്ടുണ്ടല്ല കാണാത്ത പോലെ കളിക്കുന്നതെന്ന്. കാരണം നീ കണ്ടു നിറഞ്ഞിട്ടുണ്ടല്ല, നീ ആ പാവപ്പെട്ട ഹിന്ദുവിനുണ്ടല്ല എന്തെങ്കിലും സഹായം ചെയ്യേണ്ടി വരുമല്ലോ. അതായത് 100 രൂപയുടെ സഹായം പോലും ഒരാൾക്ക് ചെയ്യാത്ത നീ ഉണ്ടല്ല അങ്ങനെയുള്ള വീഡിയോ ഉണ്ടല്ല കണ്ടതായി നടിക്കുകയില്ല. പിന്നെ വേറൊരു കോമഡി എന്നറിയാം, ഇവളും മറന്ന് ഇതുവരെ ഉണ്ടല്ല ആ ആംബുലൻസ് ഉണ്ടല്ല അത് സേവാഭാരതിയുടെ അല്ലാന്ന് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ആ സഫാന്ന് എഴുതിയ ആംബുലൻസ് ഉണ്ടല്ല അത് ഇപ്പോഴും സേവാഭാരതിയുടെ ആണെന്നാണ് ഇവളൊക്കെ ഇപ്പോഴും കരുതുന്നത്. ഇവരോടൊക്കെ എന്ത് മറുപടിയാണ് പടച്ചോനെ പറയേണ്ടത്? എന്തായാലും ഇവർക്കൊക്കെയുള്ള മറുപടി ഉണ്ടല്ലോ അൻസാരി ഉസ്താദ് അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് ചെയ്ത ആ മനോഹരമായ മറുപടി വീഡിയോയിലെ ആ വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കാസർഗോഡ് മീഞ്ച സ്വദേശിയായ RSS പ്രവർത്തകൻ നാരായണന്റെ ശവസംസ്കാര വിവാദമാക്കിയതിൽ പ്രതിഷേധം ഇരമ്പുന്നു. ചെലവ് പൂർണ്ണമായും സേവാഭാരതിയാണ് നടത്തിയതും വഹിച്ചത്. മുസ്ലിം ലീഗ് അപ്പം മരണപ്പെട്ടു പോയ നാരായണേട്ടൻ സംഘത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. ദിനാക്ഷേപം നിങ്ങൾ സമ്മതിക്കുന്നു അല്ലേ? ഓക്കെ, ശരി. ഇപ്പം മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടക്കുകയാണല്ലോ. ഇദ്ദേഹത്തിന്റെ ഈ മരിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിരുന്നു? സംഘത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നില്ല. ഒരു കാലത്ത് നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഊർജ്ജം, അദ്ദേഹത്തിന്റെ സമയം, അദ്ദേഹത്തിന്റെ ജീവിതം സമർപ്പിച്ച ഒരാളല്ലേ. അദ്ദേഹം ഏതവസ്ഥയിലെ ജീവിച്ച് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചു? നിങ്ങൾക്കൊക്കെ എവിടെ ആയിരുന്നു സമയം? നിങ്ങളോട് എന്തുകൊണ്ടാണ് അവരാരും നിങ്ങളെ വിളിച്ചറിയിക്കാതിരുന്നത്? ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാവാം. ഞാനും ഒക്കെ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. ഈ ആലപ്പുഴ നഗരത്തിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ പള്ളിയിൽ താമസിക്കുന്ന ഞാൻ എത്ര ആളുകളെ ദിനം പ്രതി അഭിമുഖീകരിക്കുന്ന എനിക്കറിയാം. ഞാൻ അവരോടൊക്കെ ഈ പറയപ്പെട്ട പല ആളുകളുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. പറഞ്ഞ മറുപടി എന്റെ കയ്യിലുണ്ട്. അപ്പൊ അതൊക്കെ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇർഫാൻ ഇക്ബാൽ നെഞ്ചത്തോട്ട് കയറുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മനുഷ്യൻ ഈ ഒരു അവസ്ഥയിൽ കിടന്ന സമയത്ത് അവരെ പരിചരിച്ചതും കൊണ്ടുപോയതും ഭക്ഷണം കൊടുത്തതും മരുമാക്കി കൊടുത്തതൊക്കെ ഈ ഓർഫനേജാണ്. അത് മാത്രമല്ല, മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത നിരാക്ഷേപ പത്രം മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസക്കാരനായി ശ്രീ നാരായണൻ എന്നാൽ ടിയാന്റെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും സാമ്പത്തിക പ്രയാസം മൂലം ടിയാനെ രോഗബാധിതനായി ചികിത്സിക്കാത്തതിനാൽ ടിയാന്റെ പരിചരണം മഞ്ചേശ്വരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സയ്യിദ് ഓൾഡ് ഏജ് ഓർഫനേജ് അധികൃതർ നടത്തിവരുന്നതായും ടിയാന്റെ തുടർ ചികിത്സക്കായി ടിയാനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ടിയാൻ മരണപ്പെട്ടതുമായും ടിയാന്റെ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി മരണാനന്തര ചടങ്ങുകൾ നിർവഹിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിനാൽ ടിയാന്റെ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി മരണാനന്തര ചടങ്ങുകൾ നിർവഹിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല എന്ന് മരണപ്പെട്ട നാരായണന്റെ രക്തബന്ധുവായി സഹോദരി കമല പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചിലർ PO മീഞ്ച ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ല എന്നിവർ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിനാൽ പ്രസ്തുത മൃതദേഹം മരണാനന്തര ചടങ്ങുകൾക്കായി സയ്യിദ് ഓൾഡ് ഏജ് ഓർഫനേജ് അധികൃതർ കൈമാറുന്നതിനുള്ള നടപടിക്കായുള്ള നിരാക്ഷേപ പത്രം പോലീസ് സ്റ്റേഷൻ നിരാക്ഷേപ പത്രം കൊടുത്തു. അപ്പൊ അവർ ആ ചടങ്ങ് നിർവഹിച്ചു. നമ്മുടെ പണി വേറെയാ, മനസ്സിലായ? നമ്മുടെ പണിയൊക്കെ വേറെയാ. നമുക്ക് രാവും പകലും ഇങ്ങനെ തീ തുപ്പുക, വിദ്വേഷം പറയുന്നതിനപ്പുറത്തേക്ക് മനുഷ്യന്റെ പ്രശ്നം ഏറ്റെടുക്കത്തില്ല. നമ്മൾ ഒരുപാട് കണ്ടതാ. അന്ന് മനുഷ്യന്റെ ഒരു പ്രശ്നങ്ങളും ഏറ്റെടുക്കത്തില്ല. നിങ്ങൾക്ക് മനുഷ്യനെ തമ്മിൽ വെട്ടിമുറിക്കാനും ഭിന്നിപ്പിക്കാനും മാനസികമായി അവരെ പല വഴിക്കാക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇല്ലെങ്കിൽ നോക്കിയാൽ ഒരു ഫുട്ബോൾ മത്സരം നടത്തുന്നത് അതിലും മതം കലർത്തിയമാരല്ലേ നിങ്ങൾ? അതിൽ നിങ്ങൾ മതം കലർത്തിയില്ലേ? ഇതൊക്കെ ഇവിടുത്തെ മലയാളികൾക്കറിയാം, ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് നന്നായിട്ടറിയാം. ഈ നാട്ടിലെ പച്ചയായ ഹിന്ദുക്കൾ അവർക്ക് ഇതൊക്കെ നന്നായിട്ടറിയാം. കാലം നിങ്ങളെയൊക്കെ തുടച്ചു നീക്കും. ഇവിടുത്തെ മനുഷ്യർ നിങ്ങളെയൊക്കെ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടം വരും. അൻസാരി ഉസ്താദ് പറഞ്ഞത് തന്നെയാണ് ലിസ്ദ പാലക്കലിനോടും പാലക്കലിനപ്പുറത്തെ ചാണക സംഖ്യകളിലെ ആ ചാണക സംഖ്യകളോടൊക്കെ എനിക്കും പറയാനുള്ളത്. നിങ്ങൾ പറഞ്ഞ പച്ചക്കള്ളകളും പച്ച നുണകളും പച്ച വർഗീയതയുണ്ടല്ല അതൊക്കെ നമ്മളെപ്പോലുള്ള ഹിന്ദുക്കളുണ്ടല്ല ആ ഹിന്ദുക്കൾ തള്ളിക്കളഞ്ഞതാണ്. ആ നാരായണൻ എന്ന പേരുള്ള ആർസുകാരന്റെ ശവം സംസ്കരിച്ചതുണ്ടല്ല ഇർഫാൻ ഇക്ബാൽ എന്ന പേരുള്ള മുസ്ലിം യുവതി തന്നെയാണെന്ന് എല്ലാ ഹിന്ദുക്കൾക്കും മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ സംഘികളെ കൊണ്ട് ആകെപ്പെടുന്നത് ഇതുപോലുള്ള പച്ചക്കള്ളങ്ങൾ പറയാനും പച്ച വർഗീയത പറയാനും മാത്രമാണെന്ന് ഹിന്ദുക്കൾക്കും ഏറെക്കുറെ ചാണക സംഖ്യയുണ്ടല്ല സംഖ്യക്കും ഇതോടുകൂടി മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാണക സംഖ്യയുടെ കുരുവൊക്കെ ഉണ്ടല്ലോ ഒറ്റ വീഡിയോ കൊണ്ട് പൊട്ടിച്ച അൻസാരി ഉസ്താദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.